യേശുവേ സ്തുതി. എൻ്റെ പേര് രാജമ്മ. ഞാൻ ഇരിട്ടിയിൽ നിന്നും വരുന്നു. എൻ്റെ മകളുടെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. മകൾ ആലപ്പുഴയിലാണ് താമസം. മകന് ഖത്തറിലാണ് ജോലി. ഒരു ദിവസം പെട്ടെന്ന് വയറുവേദന വരികയും ക്ഷീണമാവുകയും ചെയ്തു. ഡോക്ടറെ കണ്ടപ്പോൾ പിത്താശയത്തിൽ കല്ലും നീർക്കെട്ടുമാണെന്നും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് പിത്താശയം എടുത്തു കളയണമെന്നും പറഞ്ഞു. അവിടെ നിന്ന് ലീവ് എടുത്ത് നാട്ടിൽ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു. മകൾ കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ സ്ഥിരമായി ഇവിടെ വ്യാഴാഴ്ച വരുന്നതാണ്. ഞാൻ ബന്ധിതനായി ഈശോയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ഈശോയെ, ഓപ്പറേഷൻ കൂടാതെ മകനെ സുഖപ്പെടുത്തണമേ എന്ന്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഓപ്പറേഷൻ കൂടാതെ രോഗം പൂർണ്ണമായും ഭേദമായി. മകൻ തിരിച്ച് ഖത്തറിൽ പോയി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇപ്പോഴവന് ഒരു കുഴപ്പവുമില്ല. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. വിളിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മേരി. അരീക്കമലയിൽ നിന്നും വരുന്നു. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എനിക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന് സാക്ഷ്യം നൽകാനാണ്. എനിക്കൊരു ദിവസം പെട്ടെന്ന് ശ്വാസതടസ്സവും ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി ENT ഡോക്ടറെ കണ്ടു. പരിശോധന കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തൈറോയിഡ്, തൊണ്ടയ്ക്ക് ഗോയിറ്ററിൻ്റെ മുഴയുണ്ടെന്ന് പറഞ്ഞു. ഉള്ളിലേക്കായതിനാൽ പുറമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുഴയിൽ നിന്നും കുത്തിയെടുത്ത് ബയോപ്സി ചെയ്യുവാൻ അയച്ചു. 4 ദിവസം കഴിഞ്ഞ് റിസൾട്ട് കിട്ടുമെന്നും പറഞ്ഞു. ഞാൻ ബന്ധിതനായ ഈശോയോടും മാവില അമ്മയോടും കർമ്മല മാതാവിനോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, റിസൾട്ട് വരുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകല്ലേ, ഞാൻ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്നും നേർന്നു. റിസൾട്ട് വന്നപ്പോൾ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇനി കൂടുതൽ വളർന്നാൽ സർജറി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. എനിക്കൊരു കുഴപ്പവുമില്ല. എനിക്ക് രോഗസൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് എൽസി. വലിയ അരീക്കമലയിൽ നിന്നും വരുന്നു. 3-4 വർഷമായി എന്നെ വലത്തെ കൈക്ക് വേദനയായിരുന്നു. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല. ആവിലായിലെ ബന്ധിതനായി ഈശോയുടെ സന്നിധിയിൽ വന്ന് നിയോഗം കെട്ടിയിട്ട് മുട്ടയിലിഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ കൈയുടെ വേദന മാറി. ഞാൻ എന്നും 33 പ്രാവശ്യം ഈശോയെ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 2 നേരവും പ്രാർത്ഥിക്കുകയും ചെയ്തു. പൂർണ്ണമായും മാറിയില്ല എങ്കിലും അതിനുശേഷം അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥനയിൽ അച്ഛൻ എന്നോട് പറഞ്ഞു, കൈക്ക് ബ്ലോക്കാണ്, മാറിക്കൊള്ളുമെന്ന്. അച്ഛൻ്റെ ഉമിനീർ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നീട് പറഞ്ഞു, ബ്ലോക്കല്ല, എല്ല് വളരുന്നതാണ്, വേദന പോയി സുഖമായി പൊയ്ക്കൊള്ളാനും പറഞ്ഞു. അതിനുശേഷം എനിക്ക് ആ വേദന ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് രോഗസൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിളിക്കാം. എൻ്റെ പേര് മേഴ്സി. ഞാൻ നെടുവാലൂരിൽ നിന്നും വരുന്നു. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ മകൻ അവൻ്റെ പഠനം കഴിഞ്ഞ് 3 വർഷത്തിന് മുകളിലായി വീട്ടിലിരിക്കുകയായിരുന്നു. ഒരുപാട് ജോലിക്ക് ശ്രമിച്ചെങ്കിലും ഒന്നും ശരിയായില്ല. അങ്ങനെ ഇരിക്കെ ഈ മാസം അവനൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എറണാകുളത്തുള്ള ഒരു കമ്പനിയിൽ നിന്ന് അവനെ വിളിച്ചു. അവൻ അവിടെ ജോലി ശരിയായി. 33 ആഴ്ച ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് ഞാൻ നേർന്നിരുന്നു. 5 ആഴ്ച ആയപ്പോഴേക്കുമാണ് എൻ്റെ മകന് ജോലി ശരിയായത്. അവന് ജോലി നൽകി അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. വിളിക്കാം. ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യായിക്കും 1000 സ്തുതി. എൻ്റെ പേര് ഓമന. ഞാൻ കീഴ്പള്ളിയിൽ നിന്നും വരുന്നു. എൻ്റെ അനുജത്തിയുടെ മകൻ ജർമ്മനിയിൽ പോകാൻ
വിസ ശരിയാകാൻ ഒത്തിരി തടസ്സങ്ങളായിരുന്നു. ബന്ധിതനായ ഈശോയുടെ അടുത്ത് സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർച്ച നേർന്നതിന് ശേഷം വിസ ശരിയായി. 21/8/2025 അവൻ ജർമ്മനിക്ക് പോയി. അവൻ ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും അവനു വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ആൻഡ്രീസ. UK-ൽ +2 പഠിക്കുന്ന എനിക്ക് ഫുൾ മാർക്ക് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് ഫുൾ മാർക്ക് തന്ന് ഈശോ എന്നെ വിജയിപ്പിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്ക് മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയേ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡെനിൻ, സ്ഥലം മണിക്കടവ്. ഞാൻ IELTS എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് റാപ്സൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിരുന്നു. നല്ല മാർക്ക് വാങ്ങി പാസ്സാകുമെന്ന് അച്ഛൻ പറഞ്ഞു. നല്ല മാർക്ക് വാങ്ങി പാസ്സായി. അഡ്മിഷനും വിസയ്ക്കും വേണ്ടിയുള്ള പേപ്പർ വർക്കുകളും ഒരു തടസ്സവും കൂടാതെ വേഗത്തിൽ ശരിയായി. ഒഴിവുള്ള എല്ലാ വ്യാഴാഴ്ചകളിലും ഞാൻ ഇവിടെ വന്ന് മുട്ടിലെറിഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. വിസ കിട്ടുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. എംബൻസി ഇൻ്റർവ്യൂ ഇല്ലാതെ 7 ദിവസം കൊണ്ട് വിസ അനുവദിച്ചു തന്നു. പോകാൻ വേണ്ട ടിക്കറ്റ് എടുത്തു. സെപ്റ്റംബർ മാസത്തിൽ ലൈറ്റ് വിസയിലേക്ക് പഠിക്കാൻ പോകുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഏലിയമ്മ. ഞാൻ പയ്യാവൂരിൽ നിന്നും വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൾ UK-ൽ കെയർ വിസയിൽ പോയി. അവിടെ ചെന്ന് കെയറിലെ നേഴ്സിൻ്റെ ജോലി കിട്ടുന്നതിന് വേണ്ടി പരീക്ഷ എഴുതി. പരീക്ഷ പാസ്സായി. വിസ കിട്ടാൻ വൈകി. 6 മാസമായിട്ടും വിസ കിട്ടുന്നില്ല. അവൾ പറഞ്ഞു, എനിക്ക് വേണ്ടി അമ്മ ആവിലായിൽ പോയി നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കണമേ എന്ന്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അധികം താമസിക്കാതെ തന്നെ വിസ കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെസ്സി. ഞാൻ അടയ്ക്കാത്തോട്ടിൽ നിന്നും വരുന്നു. ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറേ കടങ്ങളുണ്ടായിരുന്നു. അത് വീട്ടുവാനായി കുറച്ച് സ്ഥലം വിൽക്കാൻ വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് സാഹചര്യം കിട്ടുമ്പോഴൊക്കെ അവിലാപ്പള്ളിയിൽ വന്ന് വ്യാഴാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനകളിലും ആരാധനയിലും പങ്കെടുക്കുമായിരുന്നു. സ്ഥലം വിൽപ്പന നടക്കുവാനായി ബന്ധിതനായ ഈശോയുടെ അടുത്ത് വന്ന് ആവശ്യം കെട്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 1 വർഷമായിട്ടും സ്ഥലം വിൽപ്പന നടന്നില്ല. കടം വീട്ടുന്നതിനായി എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണമേ എന്നായി പിന്നീടുള്ള പ്രാർത്ഥന. സ്ഥലം വിൽപ്പന നടന്നില്ലെങ്കിലും 50 വയസ്സായി എനിക്ക് ഇസ്രായേലിൽ പോകുവാനുള്ള ഒരവസരം ഒരുക്കി തന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും എൻ്റെ പാസ്പോർട്ടിൽ അച്ഛനൊരു ബന്ധിതനായ ഈശോയുടെ രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനിയെല്ലാം പെട്ടെന്ന് ശരിയായിക്കൊള്ളുമെന്ന്. അധികം താമസിയാതെ തന്നെ എനിക്ക് ഇസ്രായേലിൽ പോകുവാനും ജോലിയിൽ പ്രവേശിക്കുവാനും സാധിച്ചു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പേര് ജെസ്സി. ഞാൻ മണിപ്പാറ ഇടവകാംഗമാണ്. എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൻ വിദേശത്ത് ജോലിക്ക് പോയിട്ട് 3.5 വർഷമായിട്ടും അവന് കമ്പനിയിൽ നിന്നും ലീവ് ലഭിച്ചിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് മുട്ടിലെറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ജോസഫ് അച്ഛനോട് കൈവെപ്പ് ശുശ്രൂഷയുടെ സമയത്ത് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ ഒരുങ്ങിക്കൊള്ളാൻ. ഇപ്പോൾ എൻ്റെ മകന് കമ്പനിയിൽ നിന്നും 2 മാസത്തെ ലീവ് അനുവദിച്ചു കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും
പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിന്ധു, സ്ഥലം ഇരിക്കൂർ. ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾ ജാൻവി മോൾക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ആൻഡ്രിയ. ഞാൻ എടൂരാണ് താമസിക്കുന്നത്. എന്നെയും എൻ്റെ കൂട്ടുകാരെയും നേഴ്സിംഗ് എക്സാമിന് ബന്ധിതനായ ഈശോ വിജയിപ്പിച്ചതിനെ ഓർത്ത് 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റോയി, സ്ഥലം മങ്കര. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ പ്രാർത്ഥിച്ച് ഗവൺമെൻറ് ജോലി കിട്ടിയതിന് അമ്മ ത്രേസ്യായിക്കും ബന്ധിതനായ ഈശോയ്ക്കും നന്ദി പറയുന്നു. അതോടൊപ്പം പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി. ഈശോ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഭവനം പണിയുവാൻ ലോൺ ലഭിക്കുകയും ചെയ്തു. 2025 ഓഗസ്റ്റ് 7 വീടിൻ്റെ പാലുകാഴ്ചൽ നടത്തുകയും മനസ്സിലാഗ്രഹിച്ചതിനേക്കാൾ മനോഹരമായ ഒരു വീടും 14 സെന്റ് സ്ഥലവും നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മേരി ഫ്രാൻസിസ്. ഞാൻ കരിക്കോട്ടക്കരി ഇടവകാംഗമാണ്. എൻ്റെ മകൻ നിവിൻ ഫ്രാൻസിസിന് വിദേശത്ത് ചെന്നപ്പോൾ ജോലി സംബന്ധമായ ആവശ്യത്തിന് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ടതായി വന്നു. ഡേറ്റ് ഓഫ് ബർത്തിൽ തിരുത്തുള്ളതിനാൽ അത് നൽകുവാൻ സാധിച്ചിരുന്നില്ല. കൂടാതെ അപ്പോയിൻമെൻ്റ് ലെറ്റർ വരുവാനും താമസമായിരുന്നു. ആവിലായിലെ അമ്മയുടെ മധ്യസ്ഥതാൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാതെ തന്നെ അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടുകയും നല്ലൊരു വാഹനം വാങ്ങാനും സാധിച്ചു. നല്ലൊരു ഭവനവും നൽകി ഈശോ അനുഗ്രഹിച്ചു. കൂടാതെ എൻ്റെ 2ാമത്തെ മകൻ നോബിൾ ഫ്രാൻസിസിന് വിദേശത്ത് ജോലിക്ക് പോകുവാനും തിരികെ നാട്ടിലെത്താൻ സാധിക്കാതെ വന്നപ്പോൾ ആവില അമ്മയുടെ മധ്യസ്ഥത്താൽ തിരിച്ച് നാട്ടിലൊരു കുഴപ്പവുമില്ലാതെ എത്താൻ സാധിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിനു, ശ്രീകണ്ഠപുരത്ത് നിന്ന് വരുന്നു. വിദേശത്ത് പോകാൻ എക്സാം പാസ്സാവാതെ നിൽക്കുമ്പോഴാണ് ഞാൻ അമ്മയോടുകൂടെ ആവിലായിൽ വന്നത്. അതിനുശേഷമുള്ള എക്സാം ഞാൻ പാസ്സാകുകയും ഇപ്പോൾ UK-യിൽ നഴ്സായി ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി. എൻ്റെ പേര് ജോമോൾ, സ്ഥലം കീഴ്പള്ളി. എൻ്റെ ഭർത്താവ് കർണാടകയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ വേറെ പണിയൊന്നും കിട്ടാതെ കൂലിപ്പണിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ജോലി വളരെ കഷ്ടപ്പാടുള്ളതായിരുന്നു. പിന്നെ പണിയെടുക്കാൻ പറ്റാത്ത ഓരോ ബുദ്ധിമുട്ടുകളും ഉണ്ടായി. ഞാൻ ഇവിടെ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. 24 മണിക്കൂറും ദൈവത്തോടൊപ്പം നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി കിട്ടാൻ യാതൊരുവിധ ചാൻസും ഇല്ലാത്ത ഒരു ജോലി ദുബായ് പള്ളിയിൽ കപ്പ്യാരായിട്ട് എൻ്റെ ഭർത്താവിന് ലഭിച്ചു. ആഗസ്റ്റ് 12 പോയി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെസ്സി, സ്ഥലം വെളിമാനം. ഇത് 2ാമത്തെ തവണയാണ് ഞാൻ സാക്ഷ്യം അറിയിക്കുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും മാവില അമ്മയ്ക്കും കോടാനുകോടി നന്ദി. കഴിഞ്ഞ പ്രാവശ്യത്തെ ഉരുൾ നേർച്ചയിൽ 3 ജോലി കിട്ടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവന് ഡിസംബർ 31 തന്നെ ഒമാനിൽ ജോലി കിട്ടി. 2ാമത് പെങ്ങളുടെ മോൾക്ക് UK-യിൽ എഴുതിയ പരീക്ഷ പാസ്സാകാൻ വേണ്ടി നൊവേന നേർന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആ പരീക്ഷയിൽ അവൾ പാസ്സായി.
ഒരുപാട് അനുഗ്രഹങ്ങളാണ് ആവിലായിലെ ശുശ്രൂഷയിലെ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ദൈവം നൽകിയത്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മഞ്ജു. ഞാൻ ചന്ദനക്കാമ്പാറ ഇടവകയിൽ നിന്നും വരുന്നു. എനിക്ക് UK പഠിക്കുന്ന ഒരു മകനാണുള്ളത്. അവൻ എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവാണ്. എന്നാൽ പഠിക്കാൻ മാത്രം നല്ല മടി. ഈ കഴിഞ്ഞ ജൂലൈയിൽ അവൻ്റെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു അവൻ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, പഠിക്കുന്നില്ല, മടിയനാണ് എന്ന്. എനിക്ക് ഒരുപാട് വിഷമമായി. ഞാൻ ടീച്ചറോട് 1 മാസം സമയം എനിക്ക് തരണമെന്ന് പറഞ്ഞു. 1 മാസം കഴിയുമ്പോൾ ഓണം എക്സാമാണ്. പിന്നീട് ഒരു പരീക്ഷണാർത്ഥം ഞാൻ ആവിലായിൽ വന്ന് മുട്ടിലിഴഞ്ഞ് നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു. അടുത്തയാഴ്ച അടുത്ത പ്രാവശ്യം അവനെയും കൊണ്ട് ഇവിടെ വരാമെന്നും നിയോഗം എഴുതി കയ്യിൽ കൊടുത്ത് അവനെ കൊണ്ട് മുട്ടിലിഴയിക്കാമെന്നും നേർച്ച നേർന്നു. അവൻ വന്നപ്പോൾ ഒരു മടിയും കൂടാതെ അത് പൂർത്തിയാക്കി. പിന്നീട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തൈലം പുരട്ടി കുരിശ് വരച്ച് തേനും കൊടുത്തു വിടുമായിരുന്നു. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അവൻ 33 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കാറുണ്ട്. ഞാൻ മറന്നാലും അവൻ അതെന്നെ ഓർമ്മിപ്പിക്കും. അങ്ങനെ എക്സാം എഴുതി. എല്ലാം നന്നായി ഞാൻ പഠിപ്പിച്ചു. പഠിക്കാൻ വിളിക്കുമ്പോൾ മടിയില്ലാതെ അവൻ പഠിച്ചു. പഠനത്തിന് അവന് ഇഷ്ടമായി. എക്സാം ടൈമിൽ ഞാൻ മുട്ടുകുത്തി ആവിലായിലെ ഈശോയോട് അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലി ഈശോയെ വിളിച്ച് ഞാൻ കാഴ്ചവെച്ചു. ഓണാവധി കഴിഞ്ഞു അവനെയും കൊണ്ട് ഞാൻ വന്നു. റിസൾട്ട് കിട്ടിയപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അവൻ എല്ലാ എക്സാമിനും 1 മാർക്ക് പോലും കുറയാതെ മുഴുവൻ മാർക്ക് വാങ്ങി പാസ്സായി. ടീച്ചർക്കൊക്കെ അതിശയമായി. ഞങ്ങൾക്കും മടിയനാണെന്ന് പറഞ്ഞ ടീച്ചർമാർക്കും അവനെ ഓർത്ത് നല്ല അഭിമാനം തോന്നി. ഈ വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ആമേൻ. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെയിനി ജോസ്. ഞാൻ വെള്ളാർവള്ളിയിൽ നിന്നും വരുന്നു. എനിക്ക് ഈ ആലയത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മകൾക്ക് കുട്ടികൾ ഉണ്ടാകുവാൻ താമസിച്ചപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇനി അവളുടെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൾ പ്രഗ്നൻ്റായി എന്ന് പറഞ്ഞു. അവൾക്ക് PCODയുടെ പ്രശ്നവും ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഇളയ മകൻ്റെ IELTS പാസ്സാകാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പോയി. അവൻ പാസ്സാകുകയും ചെയ്തു. അവന് കാനഡയിൽ പോകുവാനും സാധിച്ചു. എൻ്റെ കൈ ഒടിഞ്ഞിട്ട് വിരൽ മടക്കാൻ പ്രയാസമായിരുന്നു. അതും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു കുഴപ്പവുമില്ലാതെ മടങ്ങുവാൻ തുടങ്ങി. എൻ്റെ മകൻ അച്ഛന് ഇവിടെ വന്ന് വിശുദ്ധ കുർബാന ചെല്ലുവാനുള്ള അനുഗ്രഹവും കിട്ടി. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് തോമസ് ജോയി. സ്ഥലം ചേപ്പറമ്പ്. 2023 കോട്ടയം അസീസിയിൽ ജർമ്മൻ ഭാഷ പഠിക്കുകയും പിന്നീട് B2 എക്സാം വരെ പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം ഞാൻ വിസയ്ക്ക് എറണാകുളത്തെ ജർമ്മൻ എംബസിയിൽ അപേക്ഷിച്ചു. പക്ഷേ എനിക്ക് വിസ ലഭിച്ചില്ല, റിജക്റ്റായി. ഞാൻ ആവിലാപ്പള്ളി വരികയും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട റാപ്സനസിനെ കാണാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. വിസയ്ക്ക് വീണ്ടും ആപ്ലിക്കേഷൻ വെക്കാൻ പല രീതിയിലുള്ള പലതരം തടസ്സങ്ങൾ വന്നു. ആരോഗ്യപരമായും വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എത്ര ശ്രമിച്ചിട്ടും കേരളത്തിലെ എംബസിയിൽ എനിക്ക് വിസയ്ക്ക് ഡേറ്റ് ലഭിച്ചില്ല. പിന്നീട് ഞാൻ വീണ്ടും രാത്രിയിൽ ആവിലാപ്പള്ളിയിൽ വന്നു. അന്നും എനിക്ക് റാപ്സനസിനെ കാണാൻ കഴിഞ്ഞില്ല. പ്രാർത്ഥനകളിൽ പങ്കെടുത്ത ശേഷം ഞാൻ ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും എല്ലാ തടസ്സങ്ങളും മാറി എത്രയും പെട്ടെന്ന് വിസ ലഭിക്കുമെന്നും ആദ്യത്തെ വിസ ലഭിക്കാത്തതിൽ വിഷമിക്കേണ്ടതില്ല, അതിലും മികച്ചത് ലഭിക്കുമെന്നും എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് അനുഗ്രഹിച്ചയച്ചു.
അതിനുശേഷം ഡൽഹിയിലെ എംബസിയിൽ എനിക്ക് വിസ ഡേറ്റ് ലഭിക്കുകയും അപേക്ഷ ജൂലൈ 24 നൽകി. അവർ എനിക്ക് ജൂലൈ 31 വരാൻ പറഞ്ഞ ഒരു കാർഡിൽ ഡീറ്റെയിൽസ് നൽകി. പിന്നെ ഞാൻ ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും എനിക്ക് പനി കൂടി. എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി. നാട്ടിൽ വന്ന് ഡോക്ടറെ കണ്ട് ജൂലൈ 30 ഞാൻ വീണ്ടും ഡൽഹിക്ക് പോയി. 31 തീയതി എംബസിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടുന്ന് വിളിക്കും, അപ്പോൾ വന്നാൽ മതിയെന്ന്. അങ്ങനെ ഒരാഴ്ച ഞാൻ ഡൽഹിയിൽ ഹോട്ടലിൽ റൂം എടുത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിക്കഴിച്ച് അവിടെ തന്നെ താമസിച്ചു. പക്ഷേ അവർ വിളിച്ചില്ല. ഒട്ടും വയ്യാത്തത് കൊണ്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. എനിക്ക് പനി കൂടി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡെങ്കിപ്പനിയാണെന്ന് പറഞ്ഞു. 5 ദിവസത്തേക്ക് അഡ്മിറ്റാക്കി. 3-ാമത്തെ ദിവസം എംബസിയിൽ നിന്ന് വിളിച്ചിട്ട് നാളെ എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിൻ്റെ പെർമിഷൻ വാങ്ങി ഹയർ റിസ്കിൽ ഞാൻ ആഗസ്റ്റ് 12 ഡൽഹിക്ക് പോവുകയും ആഗസ്റ്റ് 13 വിസ ലഭിക്കുകയും ചെയ്തു. തിരിച്ചു വന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആഗസ്റ്റ് 17 ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. പിന്നീട് വീണ്ടും ഞാൻ ആവിലാപ്പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ ദിവസം എനിക്ക് റാപ്സൻ അച്ഛനെ കാണാൻ കഴിഞ്ഞു. അച്ഛൻ പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും എല്ലാം നന്നായി വരുമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഓഗസ്റ്റ് 22 ഞാൻ ജർമ്മനിക്ക് പോയി. ഓഗസ്റ്റ് 26 ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കർത്താവിന് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് അന്നമ്മ. ഞാൻ പയ്യാവൂരിൽ നിന്നും വരുന്നു. എൻ്റെ മകൻ UK-യിലാണ്. അവൻ്റെ വിസ മാറിയപ്പോൾ വിസയിൽ എന്തോ തെറ്റുപറ്റി. 1 മാസം കൊണ്ട് കിട്ടേണ്ട വിസ 1.5 വർഷമായിട്ടും കിട്ടിയില്ല. ഞാൻ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു, ഒത്തിരി നേർച്ചകൾ നേർന്നു. അവസാനം ഞാൻ 2 മാസം മുമ്പ് ആവിലായിൽ വന്നപ്പോൾ അമ്മ ത്രേസ്യായോട് കരഞ്ഞു പറഞ്ഞു, അമ്മ ത്രേസ്യായുടെ പെരുന്നാളിന് മുമ്പ് എൻ്റെ മകൻ്റെ വിസ വരണമെന്ന്. ഞാൻ പെരുന്നാളിന് നൊവേന കഴിച്ചേക്കാമെന്നും നേർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 2 ആഴ്ചയായപ്പോൾ എൻ്റെ മകന് വിസ വന്നു. അടുത്ത ആഴ്ചയായിരുന്നു പെരുന്നാൾ. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്റ്റെല്ല. ഞാൻ പേരാവൂരിൽ നിന്നും വരുന്നു. എനിക്ക് ക്യാൻസർ രോഗ സൗഖ്യം കിട്ടിയത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിത് എഴുതുന്നത്. എനിക്ക് കഴിഞ്ഞ വർഷം 2024 വയറ്റിൽ ഗ്യാസ് നിറയുമായിരുന്നു. പല ഡോക്ടർമാരെയും പോയി കണ്ടു, യാതൊരു കുറവും ഉണ്ടായില്ല. ഒടുവിൽ തലശ്ശേരി ഇന്ദിരാഗാന്ധിയിൽ ഒരു ഡോക്ടറെ പോയി കാണിച്ചു. അദ്ദേഹം പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മലാശയത്തിൽ ക്യാൻസർ ആണെന്ന്. ഉടനെ തന്നെ ക്യാൻസർ ആസ്പത്രിയിൽ പോയി. അവിടുന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 2024 നവംബർ 9 എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ആ മുഴ എടുത്തു മാറ്റി. അതിനു മുമ്പ് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യവും ഈശോയെ എന്ന് 101 പ്രാവശ്യവും വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഇന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞ് ആസ്പത്രിയിൽ ചെന്നപ്പോൾ ബയോപ്സിക്ക് അയച്ച എൻ്റെ റിസൾട്ട് വന്നു. യാതൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. കീമോയും റേഡിയേഷനും ഒന്നും വേണ്ട, നിങ്ങൾക്ക് ക്യാൻസർ രോഗമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു മരുന്നും ഇനി വേണ്ട എന്നും പറഞ്ഞു. എനിക്ക് രോഗസൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ആദ്യം ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിരുന്നതാണ്. അതിനുശേഷം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങുകയും ചെയ്തു. പോയി സർജറി ചെയ്ത ഭാഗം വീണ്ടും ബയോപ്സിക്ക് അയക്കുമ്പോൾ അതിൽ ക്യാൻസർ ഇല്ല എന്ന റിപ്പോർട്ട് ലഭിക്കാൻ കർത്താവിടെ വരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും കരമേർത്തി കരമടിച്ച് സംഭവിക്കും കാലമല്ലോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡെൽഫീന, സ്ഥലം പേരാവൂർ.
B2 എക്സാമിന് ഡേറ്റ് എടുത്തപ്പോൾ ആവിലാപ്പള്ളിയിൽ വന്ന് മുട്ടലിഴയുവാനും സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്നും നേർന്നു. എനിക്ക് B2 എക്സാം നല്ല മാർക്കോടെ പാസ്സാകാൻ സാധിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ഇന്ദിര. ഞാൻ ഉളിക്കല്ലിൽ നിന്നും വരുന്നു. എനിക്ക് വർഷങ്ങളായി വീടില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി എനിക്കൊരു നല്ല വീട് തന്ന് ഈശോ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്മിത. തൃശ്ശിനാപ്പള്ളിയിൽ താമസിക്കുന്നു. എനിക്ക് 22 വർഷമായി വീടില്ലായിരുന്നു. എൻ്റെ അമ്മ വഴി ആവിലാസദനിൽ ഞാൻ വരികയും അച്ഛനെ കണ്ട് കാര്യം പറഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 1 വർഷത്തിനുള്ളിൽ വീട് പണിത് അതിൽ കയറിക്കൂടാൻ സാധിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഭവനം നൽകി അനുഗ്രഹിച്ച ഈശോയുടെ നാമം വിളിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോണി. ഞാൻ പടിയൂരിൽ നിന്നും വരുന്നു. എനിക്ക് 3 മാസത്തോളം കഫക്കെട്ടും ചുമയും ശ്വാസം മുട്ടലുമായി രാത്രിയിൽ ഉറങ്ങാൻ പോലും വിഷമമായിരുന്നു. 4 ആഴ്ച മുമ്പ് വന്ന് അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച ശേഷം കുഴപ്പമൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിച്ചേക്കാമെന്ന് പിന്നെ പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഇതുവരെ ശ്വാസം മുട്ടലോ ചുമയോ കഫക്കെട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് രോഗസൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ക്ലാരമ്മ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ബളാലിൽ ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. മോള് മെയ് മാസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിയോഗം എഴുതിയിട്ട് മെയ് 25-ാം തീയതി വിസിറ്റിംഗ് വിസയിൽ ഗൾഫിൽ ജോലി അന്വേഷിച്ചു പോയി. ഓഗസ്റ്റ് 25-ാം തീയതി അവൾക്ക് ടീച്ചറായി ജോലി ലഭിച്ചു. ഞങ്ങൾ എല്ലാ ദിവസവും ശുഭരാത്രി വചന ശുശ്രൂഷയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലം. ഉണരാം ഉണരാം ഉണരാം. പ്രിയപ്പെട്ടവരെ, ക്യാൻസറിൽ നിന്ന് സൗഖ്യം ലഭിച്ചതിൻ്റെ ഒരു സാക്ഷ്യമാണ്. എൻ്റെ പേര് റീജ വർഗീസ്. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഭയങ്കരമായി ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ DNC ചെയ്തു. അതിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ എൻഡോമെട്രിയം ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. ഞാൻ വളരെയധികം, ഞങ്ങളും എൻ്റെ വീട്ടുകാരും വളരെയധികം വിഷമിച്ചു. അങ്ങനെ എറണാകുളത്തെ ചിറ്റൂർ പള്ളിയിലെ ജോമോൻ ബ്രദർ പ്രാർത്ഥന നടത്തുന്നുണ്ട്. എൻ്റെ മമ്മി ബ്രദറിനെ കണ്ട് പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബ്രദർ പറഞ്ഞു, കോട്ടയത്ത് നല്ല ഇടയൻ പള്ളിയിൽ അച്ഛൻ ജനുവരി 3-ന് ആരാധന നടത്തുന്നുണ്ട്. ആ ആരാധനയിൽ വന്ന് പങ്കെടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ ആരാധനയിൽ വന്ന് പങ്കെടുക്കുകയും അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറയുകയും തലയിൽ കൈവച്ച് എനിക്ക് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന് ഫലമായിട്ട് എനിക്ക് 9-ാം തീയതി ആയിരുന്നു, ജനുവരി 9-നായിരുന്നു അമല ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ പറഞ്ഞിരുന്നത്. അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. കീമോ എടുക്കരുത് എന്ന് ഞാൻ വളരെ ഞാൻ പ്രാർത്ഥിച്ചു. കീമോ യാതൊരു കാരണവശാലും എനിക്ക് കീമോ എടുക്കാൻ ഇടവരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എൻ്റെ ബയോപ്സി റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അച്ഛൻ എനിക്ക് മൊബൈലിലേക്ക് പ്രാർത്ഥനകൾ സെൻഡ് ചെയ്ത് തന്നിരുന്നു. ആ പ്രാർത്ഥനകളിൽ ഞാൻ ദിവസവും ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ബയോപ്സി റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കീമോ എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് അവിടുന്ന് അച്ഛൻ പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു. ആ വിവരം ഞാൻ മമ്മിയെ അറിയിച്ചു. മമ്മി ജോമോൻ ബ്രദറിനോട് പറയുകയും ചെയ്തു.
അങ്ങനെ എൻ്റെ ചെറിയ ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ട് റേഡിയേഷൻ എടുക്കാം എന്ന് പറഞ്ഞു. റേഡിയേഷനും എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യമായി, യാതൊരു കുഴപ്പവുമില്ല. അതിനുശേഷം 2 പ്രാവശ്യം ഞാൻ ഡോക്ടറെ പോയി കണ്ട് ചെക്കപ്പ് ചെയ്തു. ഒരു കുഴപ്പവുമില്ല, യാതൊരു ക്യാൻസറിൻ്റെ യാതൊരു ലക്ഷണവും ഒന്നുമില്ല എന്ന് പറഞ്ഞു. പൂർണ്ണ സൗഖ്യം കിട്ടി. അത് ആവലായിൽ അച്ഛൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ കുടുംബം വിശ്വസിക്കുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. ഞാൻ ഇന്നലെ കോട്ടയത്ത് നിന്ന് വന്നതാണ് ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ട്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. റിജ എന്നാണ് മകളുടെ പേര്. എൻഡോമെട്രിയം ക്യാൻസർ ആണ്, അതായത് യൂട്രസും ഒക്കെ ഉള്ള ക്യാൻസറാണ് എന്ന് സ്ഥിരീകരിച്ചതാണ്. അതിനുശേഷമാണ് കോട്ടയത്ത് ജനുവരി മാസത്തിൽ നടന്ന ധ്യാനത്തിൽ സഹോദരി വന്ന് പ്രാർത്ഥിച്ചത്. അതിനുശേഷം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും പരിശോധിക്കുമ്പോൾ ആ ക്യാൻസർ ഇല്ല, നിങ്ങൾക്ക് റേഡിയേഷനും കീമോയും ഒന്നും ചെയ്യണ്ട എന്ന റിപ്പോർട്ട് ലഭിക്കുകയും പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഇരിക്കാൻ കർത്താവ് ഇടവരുത്തുകയും ചെയ്തതിനെ ഓർത്ത് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. ഇന്നലെ കോട്ടയത്ത് നിന്ന് വന്നിട്ട് തലശ്ശേരിയിൽ റൂം എടുത്ത് അവിടെ നിന്ന് വെളുപ്പിനെ ഇങ്ങോട്ട് വന്നതാണ് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. എൻ്റെ പേര് ആതിര. ഞാൻ കരിക്കോട്ടക്കരയിൽ നിന്ന് വരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഒരു മോനെ തന്ന് യേശു അനുഗ്രഹിച്ചു. എനിക്ക് അനുഗ്രഹം തന്ന കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാഫ്സൻ അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആതിരയ്ക്കും പ്രണവിനും കഴിഞ്ഞ 4 വർഷങ്ങൾ, വിവാഹം കഴിഞ്ഞ 4 വർഷങ്ങളിലായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം തിരുനാളിന് മുമ്പ് അല്ലേ വന്ന് പ്രാർത്ഥിച്ചു. ഈ വർഷം തിരുനാളിന് മുമ്പ് കുഞ്ഞിനെയുമായിട്ട് സാക്ഷ്യം പറയാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ, ഈശോയേ. അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ, ഉണരാം ഉണരാം ഉണരാം. പ്രൈസ് ദി ലോർഡ്. തിരുനാളിന് മുമ്പ് കർത്താവ് കഴിഞ്ഞ വർഷത്തെ തിരുനാളിന്റെ ഒരു നിയോഗമായിരുന്നു, ഉരുൾ നേർച്ചയുടെ ഒരു നിയോഗമായിരുന്നു സന്താന സൗഭാഗ്യം എന്നുള്ളത്. ഈ വർഷത്തെ തിരുനാളിന് മുമ്പ് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് കൈയടിച്ച് നന്ദി പറയാം. ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് നിമിഷ. ഞാൻ പെരുപിന്ന ഇടവകയിൽ നിന്ന് വരും. ഞാനും എൻ്റെ ഹസ്ബൻഡും രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. 2023 ഒക്ടോബറിലെ ഉരുളുനേർച്ചയിൽ പങ്കെടുക്കുകയും നേരുകയും ചെയ്തിരുന്നു. 2024 ഒക്ടോബർ 14 ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന് ഈശോ അനുഗ്രഹിച്ചു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ, ഉണരാം ഉണരാം ഉണരാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിന്റെ ജന്മദിനം തന്നെ ഉരുൾ നേർച്ചയുടെ അന്നാണ്. കഴിഞ്ഞ വർഷം 2014 ഒക്ടോബർ 14 കൊച്ചു ജനിച്ചത്. പ്രൈസ് ദി ലോർഡ്. കൊച്ചിന് എടുത്ത കരയൊന്ന് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ പേര് ലെക്സി. ഞാൻ കിളിയന്തര ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഇപ്പം 16 വയസ്സായി.
അപ്പോൾ അവൾക്ക് 10 വയസ്സായപ്പോഴാണ് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. എന്നിട്ട് കുഞ്ഞുണ്ടാകുന്നില്ലായിരുന്നു. അപ്പം ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പറഞ്ഞു ഇനി കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല, കാരണം പ്രായമായി, പിന്നെ ഇത്തിരി ഗ്യാപ്പൊക്കെ വന്നതുകൊണ്ട് ഇനി കുഞ്ഞുണ്ടാകത്തില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ കൊറോണ സമയമായിരുന്നു ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് 2022 ഞാൻ അച്ഛനെ കാണാൻ ഇവിടെ വന്നു. അപ്പോൾ അതിനു മുമ്പ് 3 മാസം പോയി ടെസ്റ്റൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ആ ടെസ്റ്റ് അനുസരിച്ച് ഡോക്ടർ പറഞ്ഞു ഒരിക്കലും കുഞ്ഞുണ്ടാകത്തില്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. എന്നിട്ട് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 33 വ്യാഴാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം, പിന്നെ ഈശോയെ ഞങ്ങളുടെ കരുണയിൽ ഞങ്ങളെ ആശ്രയിക്കും എന്നുള്ള പ്രാർത്ഥനയും 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കണം, പിന്നെ കിടക്കുന്നതിന് മുമ്പ് ഈശോയുടെ സ്നേഹവും സമാധാനവും അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അത് 2022 ഞാൻ അച്ഛനെ വന്ന് കണ്ടത്. അത് കഴിഞ്ഞ വർഷം ഇവിടെ തിരുനാൾ നടക്കുന്ന സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം ഇത്രയും വർഷമായിട്ടാകുന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, അടുത്ത വർഷം തിരുനാളിന് മുമ്പ് സാക്ഷ്യം പറയാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ മെയ് 16 ഈശോ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. മിനിഞ്ഞാന്ന് കുഞ്ഞിന് 4 മാസം പ്രായമായി, നോർമലായിട്ടൊരു കുഞ്ഞായിരുന്നു, ഒരു കുഴപ്പവും ഇല്ലാതെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. മനുഷ്യന് അസാധ്യമായത് അത്ഭുതങ്ങൾ അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. ഈശോയേ ഈശോയേ ഈശോയേ. കൈവക്കിയിട്ടുണ്ട്. ഈശോയേ ഈശോയേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.